ഹായ് ഡിയർ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓണസദ്യ വിഭവങ്ങളുമായിട്ടാണ്. ഓണസദ്യ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊക്കെ കഴിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമുള്ള വിഭവങ്ങളാണല്ലോ. അത് സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും എങ്ങനെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായി തന്നെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. സദ്യക്കുള്ള സാമ്പാറാണ് കേട്ടോ ഞാൻ ആദ്യം തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പ്രഷർ കുക്കറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് അത് മൂടി വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. പച്ചക്കറിയൊക്കെ ഞാൻ ഇന്നലെ രാത്രി തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പച്ചക്കറി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ളൊരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും ചേർത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. മസാല ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചെടുത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത തക്കാളി, വെണ്ട, മുരിങ്ങക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മൾ കറി ഇവിടെ നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നേരത്തെ വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പരിപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് തിളക്കൊന്നും വേണ്ട. 1-2 തിളച്ചാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ഒരു താളിപ്പ് ഒഴിക്കണം. അതിനായിട്ട് ഞാനൊരു ചെറിയൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് നമ്മളെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ രുചികരമായ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോണത് പാവക്ക ഉപ്പേരിയാണ്. അതിനായിട്ടൊരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ കടുകും കറിവേപ്പില ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വരുമ്പോൾ പാവക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പാവക്ക ഇവിടെ വന്നിട്ടുണ്ട്. അതിലേക്ക് തേങ്ങയും പച്ചമുളകും ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലെ വെള്ളം ഒക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ പാവക്ക ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് റെഡിയാക്കുന്നത് മത്തങ്ങ എരിശ്ശേരിയാണ്. അതിനായിട്ട് 1 കപ്പ് മൺപയറും 1 കപ്പ് മത്തങ്ങയും എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടെടുത്തിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ 1 കപ്പ് തേങ്ങ ഇട്ട് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. പച്ചക്കറി കട്ട് ചെയ്യണതും തേങ്ങ അരക്കണതും ചതക്കണതും ഒന്നും ഞാൻ ഇപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ തന്നെ വീഡിയോ ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് കൂടുതലാകും. അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ നന്നായി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളെ മമ്പയറും മത്തനും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു അരപ്പ് ഒഴിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാൻ 1/2 മുറി തേങ്ങ, അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 3-4 പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ വറുത്ത് വെച്ച തേങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി മത്തങ്ങ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് ഒരു കൂട്ടുകറിയാണ്. അതിനായിട്ട് 1/4 കപ്പ് കടലയും അതേ അളവിൽ തന്നെ ചേനയും പച്ചക്കായും എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യമായ 1 കപ്പ് തേങ്ങ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഈ കൂട്ടുകറിക്കുണ്ടല്ലോ ആദ്യം ഒരു അരപ്പ് ഒഴിച്ചു കൊടുക്കണം. അത് ഒഴിച്ചു കൊടുക്കാൻ ഞാൻ മറന്നുപോയി. നേരത്തെ വറുത്ത് വെച്ച തേങ്ങയിലേക്കാണ് ആദ്യം ഒഴിച്ചു കൊടുത്തത്. പിന്നീട് ഞാൻ ഒഴിച്ചു കൊടുത്തു, കുഴപ്പമൊന്നുമില്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടുത്തതായിട്ട് തയ്യാറാക്കാൻ പോണത് അവിയലാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പച്ചക്കറി ഇട്ടുകൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് അതൊന്ന് വേവിച്ചെടുക്കണം.
സദ്യക്ക് വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചിപ്പുളി പരിപ്പ് രാമച്ചം കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. ഇപ്പം തന്നെ വീഡിയോ ഒരുപാട് കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാതിരുന്നത്. അവിയൽ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് അരമുറി തേങ്ങ, ഒരു 2-3 ചെറിയ ഉള്ളി, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 3-4 പച്ചമുളക് ഒന്ന് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒന്ന് ഇട്ടുകൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തൈര് ഒഴിച്ചെടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം, കറിവേപ്പിലയും ഇട്ടുകൊടുക്കാം. അപ്പം നമ്മളെ അടിപൊളി അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടുത്തതായിട്ട് തയ്യാറാക്കാൻ പോണത് ബീട്രൂട്ട് പച്ചടിയാണ്. അതിനായിട്ട് ഞാനൊരു വലിയ ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ബീട്രൂട്ട് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരപ്പൊഴിച്ചെടുക്കാം. അതിനായിട്ട് അരമുറി തേങ്ങ, 2 പച്ചമുളകും കൂടി അരച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡിയായി. ഇനി അതിലേക്ക് ഒരു താളിപ്പ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഇട്ടെടുത്തിട്ട് നമുക്ക് നമ്മൾ ബീട്രൂട്ട് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടിപൊളി ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി അടുത്തതായിട്ട് തയ്യാറാക്കാൻ പോണത് ഏത്തക്ക പുളിശ്ശേരിയാണ്. അതിനായിട്ട് ഞാൻ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 പച്ചമുളക്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഏത്തക്ക ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു അരപ്പ് ഒഴിച്ചു കൊടുക്കണം. അതിനായിട്ട് അരമുറി തേങ്ങ, 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും നന്നായി അരച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കളർ കുറവായതുകൊണ്ട് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് വേണം തൈര് ഒഴിച്ചു കൊടുക്കാൻ. തൈര് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്കൊന്ന് വറവിട്ട് കൊടുക്കണം. അതിനായിട്ട് ഒരു ചട്ടി ഞാൻ വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കടുക്, ഒരു 2-3 ചെറിയ ഉള്ളി അരിഞ്ഞതും, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഏത്തക്ക പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് തയ്യാറാക്കാൻ പോണത് ഓലനാണ്. അതിനായിട്ട് ഞാൻ ചെറിയൊരു കുമ്പളങ്ങൻ്റെ കഷ്ണമായിട്ട് എടുത്തിട്ടുള്ളത്. അത് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കുമ്പളങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച മമ്പയർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് തേങ്ങാപ്പാലാണ് സാധാരണ ഒഴിച്ച് കൊടുക്കാറ്. ഞാനിപ്പോൾ ഇവിടെ ഫ്രഷ് ക്രീമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഓലനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സദ്യ വിഭവങ്ങളിൽ പരിപ്പ് പായസം, രാമച്ചം കറി, പച്ചമോര്, പുളിയഞ്ചി ഇതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം തന്നെ വീഡിയോ ഒരുപാട് കൂടുതലാണ്. ഇനി അതും കൂടി കാണിച്ചാൽ വീഡിയോ ഒരുപാട് കൂടുതലായി പോകും. പായസം മോളുണ്ടാക്കി കൊണ്ടുവരാൻ കേട്ടോ ചെയ്തത്. അടപ്പായസമായിരുന്നു. അതാണ് ഞാനിതിൽ കാണിക്കാതിരുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായി തന്നെ കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്നിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ അഭിപ്രായം ഒന്ന് അറിയിക്കുക. ഇനി ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, ബൈ.